ഹായ് മക്കളെ, നമുക്ക് നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ക്യാരക്ടർ സ്കെച്ചാണ് മിസ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആ 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാനാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടർ സ്കെച്ചാണ് മിസ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ ഇത് നമ്മുടെ SCRTന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. സോ ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന് ചോദിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ആരതാണെന്നറിയോ? നമ്മുടെ ചിബിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ചിബിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ. സോ 3 ക്യാരക്ടേഴ്സിനാണ് ചാൻസ് കൂടുതലുള്ളത്. ചിബി, കുഞ്ഞു ചെറുത ആൻഡ് വില്യം. ഓക്കെ, വില്യമിന്റെ ചാപ്റ്റർ മിക്കവാറും ആർക്കും അധികം സ്കൂളിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് എനിക്കൊന്ന് കുറെ പേർക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് മിസ് പറഞ്ഞത് കേട്ടോ. സോ അതുകൊണ്ട് വില്യമിന്റെ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ വില്യമിന്റെ ക്യാരക്ടർ സ്കെച്ച് മിസ് ഉറപ്പായിട്ടും ലൈവിൽ പറയും കേട്ടോ. സോ നിങ്ങൾ ലൈവിൽ എന്തായിട്ടും വരണേ. ഓക്കെ, സോ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്കിന്റെ ബാച്ച് പോകണമാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയാ, ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് 6ലുള്ള കോൺസെപ്റ്റ്സും ചാപ്റ്റേഴ്സും ഒക്കെ നല്ല എളുപ്പത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ പേരന്റ് ആണ്, അച്ഛനോ അമ്മയോ ആണ് നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാം ഇവിടെ സെറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഈ നമ്മുടെ യൂട്യൂബിൽ ലൈവ് മാത്രമല്ല, സൂമിലെ ലൈവ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഒരു മെന്റർ എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആപ്പ് തന്നെയാണ്. ഇതാ താഴെ കാണുന്ന നമ്പർ 9207999855 എന്ന നമ്പർ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. യെസ്, അപ്പൊ ഫസ്റ്റ് ചിബിന്റെ ക്യാരക്ടർ സ്കെച്ച്. അതിന് മുൻപ് മിസ് നമുക്ക് നോക്കടാ, ഈ ചിബിന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്തതിന് മുൻപേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരാം. എന്താണ്? ഒന്ന്, ചിബി ഭയങ്കര ഷൈ ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചിബിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നത്? ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റോറിയിൽ ചിബിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിബി എന്താണ് അല്ലെ, ആ സ്കൂളിലെ ഫസ്റ്റ് ഡേ എന്താണ്, ഒരു സെല്ലാറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അല്ലെ. സോ അവൻ ഭയങ്കര ഷൈ ആണ്. അവന് ചിബി എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഹി വാസ് എ ടൈനി ബോയ് അല്ലെ, ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു. അതുകൊണ്ടാണ് അവന് ചിബി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അവൻ ഭയങ്കര ഷൈ ആണ്. അവന് ടീച്ചേഴ്സിനെ പേടിയായിരുന്നു. അവന് ക്ലാസ്മേറ്റ്സിന് അല്ല, അവന് ഫ്രണ്ട്സിന് ഒന്നും ആരും ഫ്രണ്ട്സ് ഒന്നും അവന് ഉണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും ചെയ്യുന്നത് എന്തായിരുന്നു? ഹി വുഡ് അല്ലെ ലുക്ക് അപ്പ് ഓൺ ദ റൂഫ് അല്ലെ, ഒന്നെങ്കിൽ സീലിംഗ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സിന്റെ ഷർട്ടിൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ജനവാതിലിന് പുറത്തേക്ക് അല്ലെ, വിൻഡോന്റെ പുറത്തേക്ക് നോക്കിയിരിക്കുകയൊക്കെയാണ് ചെയ്യാം. പിന്നെ അവൻ എന്താണ് അല്ലെ, അതർ സൈഡ് ഓഫ് ദ മൗണ്ടന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് അവൻ വന്നുകൊണ്ടിരുന്നത് സ്കൂളിൽ അല്ലെ. എല്ലാ ദിവസവും അല്ലെ, ഹി ഡിഡ്ന്റ് മിസ് ദ സ്കൂൾ എ സിംഗിൾ ഡേ. ഒരു ദിവസം പോലും സ്കൂൾ മിസ്സാക്കിയിരുന്നില്ല. എല്ലാ ദിവസവും അവൻ സ്കൂളിൽ വരുമായിരുന്നു അല്ലെ. ഈവൻ ഓൺ റെയിനി ഡേയ്സ് അല്ലെ, റെയിനി ആയിട്ടുള്ള ദിവസം ഹി വുഡ് വെയർ എ റെയിൻകോട്ട് മെയ്ഡ് ഓഫ് സീബ്ര ഗ്രാസിന് ഒരു റെയിൻകോട്ട് ഇട്ടിട്ടാണ് അവൻ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്നും ലഞ്ചിന് എന്താണ്, റാഡിഷ് ലീഫില് റൈസ് ബോൾസ് ആണ് അവൻ എന്നും കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അല്ലെ. ആൻഡ് ഫൈനലി അവന് നമ്മുടെ ഐസോബ് സാർ അല്ലെ, ഐസോബ് സാർ എന്ത് ചെയ്യാണ്, അവന് ടാലന്റ് ഷോക്ക് എല്ലാരുടെ മുന്നിലും അവന്റെ ടാലൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹി ഇമിറ്റേറ്റഡ് ദ സൗണ്ട്സ് ഓഫ് ഫാദർ ക്രോസ്, മദർ ക്രോസ്, ബേബി ക്രോസ്, ഹാപ്പി ക്രോസ്, സാഡ് ക്രോസ്. ഇതൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ മിസ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത്. നോക്കിയിടാം. ചിബി വാസ് എ ടൈനി ബോയ്. ആദ്യത്തെ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് എന്താ എഴുതേണ്ടതെന്ന് അറിയാം? ചിബി വാസ് എ ടൈനി ബോയ് ഇൻ ദ സ്റ്റോറി ക്രോ ബോയ്. അതിനിപ്പോ ചിബി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, കുഞ്ഞിച്ചിരുതി ആണെങ്കിൽ എന്താ എഴുതുക? കുഞ്ഞു ചിരുത ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി names and names. ഇനി വില്യം ആണെങ്കിലോ, വില്യം ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എ ബോയ് ഹൂ ഹാർനസ് ദ വിൻഡ്. ഓക്കെ, അതായിരിക്കും ആദ്യത്തെ സെന്റൻസ് കേട്ടോ. ദെൻ ഹി വാസ് വെരി ഷൈ ആൻഡ് ക്വയറ്റ് ഇൻ ക്ലാസ്. ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു, ഭയങ്കര അല്ലെ ഷൈ ആൻഡ് ക്വയറ്റ് ആയിരുന്നു കേട്ടോ. Most of the time he kept to himself and did not talk much with others. അവൻ കൂടുതൽ സമയം എന്താണ്, ആരെടുത്തും സംസാരിക്കാറില്ലായിരുന്നു. അവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, അലോൺ ആയിരുന്നു അല്ലെ, അലോൺ ആയിരുന്നു. Then though he was slow in his work and was often called a slowpoke. അപ്പൊ അവൻ എല്ലാ കാര്യവും ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവൻ എന്താ വിളിക്കുന്നത്? സ്ലോ പോക്ക് എന്നാണ് വിളിക്കുന്നത് അല്ലെ. He always came to school regularly. പക്ഷെ അവൻ എന്താണ്, എല്ലാ ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. His attendance was perfect. അല്ലെ, എല്ലാ ദിവസവും എന്താണ്, അവൻ സ്കൂളിൽ വരുന്നതുകൊണ്ട് അവന്റെ അറ്റൻഡൻസ് പെർഫെക്റ്റ് ആയിരുന്നു. ചിബി ഹാഡ് എ സ്പെഷ്യൽ ടാലന്റ്. അവനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റ് ഉണ്ടായിരുന്നു. എന്താണ് ആ ടാലന്റ്? എന്താണ്?
Yes, he could imitate the voices of crows so well that everyone in the class was surprised. ക്ലാസ്സിൽ എല്ലാവരും സർപ്രൈസ് ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തു, ക്രോസിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു അല്ലെ. At first, nobody noticed him, but in the end, his skill made him a hero. ആദ്യം അവൻ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവസാനത്തിൽ എന്താണ്, അവന്റെ സ്കില്ലാണ് അവനെ ഹീറോ ആക്കുന്നത്. Chibi showed that even a shy and quiet boy can have something wonderful to share. അല്ലെ, അപ്പൊ ചിബിന്റെ ക്യാരക്ടർ നമുക്ക് എന്താ മനസ്സിലായത് അല്ലെ, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഷൈ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും എല്ലാവർക്കും എന്തുണ്ട്, എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്നുള്ളതാണ് പഠിക്കുന്നത് അല്ലെ. സോ ഇങ്ങനെയാണ് ചിബിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ സ്കെച്ച് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഏറ്റവും മേലതാ ഫസ്റ്റ് ഇവിടെ ഇതുപോലെ തന്നെ ചിബി എന്ന് പേര് എഴുതണം കേട്ടോ. ഏത് ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണോ നിങ്ങൾ എഴുതുന്നത് അവരുടെ പേര് എന്ത് ചെയ്യാ, ഒരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ മേലെ എഴുതണേ. കുഞ്ഞിച്ചിരുതയുടെ ആണെന്നുണ്ടെങ്കിലോ കണ്ടോ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് കുഞ്ഞിച്ചിരുത എന്ന് ആദ്യം മേലെ എഴുതാം. നമുക്ക് ഇത് വായിച്ചു നോക്കാം അല്ലെ. കുഞ്ഞിച്ചിരുത ഇസ് ആൻ ഇന്ത്യൻ ഗേൾ ലിവിംഗ് ഇൻ ന്യൂ ജേഴ്സി അല്ലെ. ഒരു ഇന്ത്യൻ ഗേൾ ആണ്, എവിടെയാ ജീവിക്കുന്നത്, ഇൻ ന്യൂ ജേഴ്സി. ദെൻ അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഉണ്ടായിരുന്നു, മിസ് മറന്നുപോയി പറയാൻ, എന്തായിരുന്നടാ, കുഞ്ഞിച്ചിരുത ഇസ് ദ മെയിൻ ക്യാരക്ടർ അല്ലെ. നമുക്ക് അത് എഴുതാം. കുഞ്ഞിച്ചിരുത is the main character in the story. ഏതാ സ്റ്റോറിന്റെ പേരെന്താ, വെരി ഗുഡ്, നെയിംസ് ആൻഡ് നെയിംസ് അല്ലെ, നെയിംസ് ആൻഡ് നെയിംസ്. ഓക്കെ, സെറ്റ് ആണല്ലോ അല്ലെ. ദെൻ she is curious and observant and loves watching the people and vehicles around her അല്ലെ. അവൾക്ക് എന്താണ്, ഭയങ്കര ഇഷ്ടമാണ് എന്ത്, ചുറ്റുള്ള ആൾക്കാർ വാഹനങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടമാണ് അല്ലെ. She is a quick learner and picked up English very fast after joining the school. അവൾ ക്വിക്ക് ലേണർ ആണല്ലേ, എല്ലാ കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ ജോയിൻ ചെയ്ത പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്യാണ്, ഷീ പിക്ഡ് അപ്പ് ഇംഗ്ലീഷ്. എന്താ പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു, അല്ലെങ്കിൽ അത് അങ്ങോട്ടല്ലേ വേഗം അത് ശരിയായി എന്നുള്ളതാണ് നമ്മൾ പിക്ഡ് അപ്പ് എന്ന് പറയാ കേട്ടോ. ഷീ ഈസ് കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി, നല്ല കൈൻഡ് ആണ് അല്ലെ, പാവം കുട്ടിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആൻഡ് സൂൺ ബിക്കംസ് ഫ്രണ്ട് ഓഫ് ഓങ്ത്വാനെറ്റ്. ആരുടെ ഫ്രണ്ട് ആണ് ആവുന്നത്, യെസ്, ഓങ്ത്വാനെറ്റിന്റെ ഫ്രണ്ട് ആവുകയാണ് ചെയ്യുന്നത്. Then she is also respectful as she calls Prakash uncle. നല്ല ബഹുമാനമുള്ള കുട്ടിയാണ് അല്ലെ, എല്ലാവരും നല്ല ബഹുമാനമുള്ള കുട്ടിയാണ്, റെസ്പെക്ട്ഫുൾ ആണ്. കാരണം എന്താണ്, പ്രകാശ്, എല്ലാവരും മിസ്റ്റർ പ്രകാശ് എന്ന് വിളിക്കുമ്പം കുഞ്ഞിശ്ശേരി എന്താ വിളിക്കുന്നത്, പ്രകാശ് അങ്കിൾ എന്നാണ് കേട്ടോ. സോ വളരെ റെസ്പെക്ട്ഫുൾ ആണ്. ഷീ ഈസ് പ്രൗഡ്, അവൾക്ക് എന്തിനാണ് അവൾ പ്രൗഡ് ആവുന്നത്, പ്രൗഡ് ഓഫ് ഹെർ നെയിം അല്ല, അവൾക്ക് അവളുടെ പേരിന്റെ കാര്യത്തിൽ ഭയങ്കര അഭിമാനമാണ്. ആൻഡ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. സോ അവളുടെ പേരിന്റെ പിന്നിലെ കഥ എന്തായിരുന്നു ഓർമ്മയില്ലേ, അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന്റെ പേരായിരുന്നു കുഞ്ഞിച്ചിരുത. ആ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്തായിരുന്നു, 18 അല്ലെ, 18ാമത്തെ വയസ്സിൽ ഷീ ബിക്കേം എ സ്കൂൾ ടീച്ചർ. സോ അതാണല്ലോ ആ കഥ അല്ലെ. She is named after her great grandmother who became a school teacher at the age of 18. ആ കാര്യം പറയാട്ടോ. കുഞ്ഞിച്ചിരുത is also helpful and patient. അടുത്ത കാര്യം എന്താണ്, കുഞ്ഞിച്ചിരുത ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, പേഷ്യന്റ് ആണ് അല്ലെ, എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടൊരു കുട്ടിയാണ് കേട്ടോ. She learns to pronounce Onctuanette's name correctly and even helps her mother to pronounce it അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, ഓങ്ക്വാനെറ്റിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ആൻഡ് അവളുടെ അമ്മേനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ഷീ ഈസ് എ കോൺഫിഡന്റ് ഗേൾ ഹു റെസ്പെക്ട്സ് ഹെർ ഓൺ കൾച്ചർ ആൻഡ് കൾച്ചേഴ്സ് ഓഫ് അതേഴ്സ്. വേറെ നല്ലൊരു പോയിന്റ് അതാണ് കേട്ടോ. എന്താണ്, അവളൊരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. എന്താണ്, കോൺഫിഡന്റ് ആയിട്ടുള്ള ഗേൾ ആണ്. who respects her own culture and cultures of others. മറ്റുള്ളവരുടെ കൾച്ചറും സ്വന്തം കൾച്ചറിനും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആര്, നമ്മുടെ കുഞ്ഞിച്ചിരുത എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഇനി വില്യമിന്റെ ക്യാരക്ടർ, നിങ്ങൾ സ്കൂളിൽ വില്യമിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ വില്യമിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു 3 പോയിന്റ്സ് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്തല്ലോ അല്ലെ, ഉറപ്പല്ലേ, ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. Till then, it's me, Varnita, signing off. Bye.